വല്യമ്മാവൻ എനിക്ക് ദൈവം തന്നെയായിരുന്നു. എന്ത് ചെയ്യാനാ, സഹിക്കാതെ തരവില്ലല്ലോ. എന്റെ അവകാശം സ്ഥാപിക്കാൻ വേണ്ടി മറ്റൊരാൾ ഇവിടെ വന്നിരുന്നു, എന്റെ വല്യമ്മ. അവരെ ഞാനും കണ്ടിരുന്നു. അവര് വന്നത് വല്യമ്മാവന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്താനൊന്നുമല്ല, ചെമ്പകമംഗലംകാരുടെ കണ്ണീര് കണ്ട് സന്തോഷിക്കാനാ. പക്ഷെ എന്റെ മുത്തശ്ശി ആട്ടി അകറ്റുന്നതൊക്കെ അവര് കണ്ടില്ലേ? മുത്തശ്ശി അങ്ങനെയൊക്കെ ചെയ്തപ്പോ ആരെങ്കിലും എതിർത്തോ? മുത്തശ്ശനൊരു വാക്ക് എതിർത്ത് പറഞ്ഞു. തെറ്റു കണ്ട അപ്പ എതിർക്കുന്ന ചെറിയച്ഛൻ എന്തെങ്കിലും മിണ്ടിയോ? എല്ലാരും എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു മീനാക്ഷി. പക്ഷേ മുത്തശ്ശിയല്ലേ, സിറ്റുവേഷനും അങ്ങനെ തന്നെയായിരുന്നു. എനിക്കറിയാം, അമ്മയും കാർത്തിയേട്ടനും ഒഴികെയുള്ളവരെല്ലാം എന്നെ വെറുപ്പോടെയാ നോക്കുന്നത്. കാർത്തിയേട്ടനും എന്നെ വെറുക്കുന്ന ഒരു ദിവസം വരും മീനാക്ഷി. എനിക്ക് പേടിയാ കാർത്തിയേട്ട, വല്ലാത്ത പേടി. ഇല്ല മീനാക്ഷി, എന്നെ കുറിച്ച് എന്റെ മീനാക്ഷി അങ്ങനെയൊന്നും കരുതണ്ട. നോക്ക്, എല്ലാം മാറും. ചെമ്പകമംഗലത്തിന്റെ കഷ്ടപ്പാടുകളൊക്കെ മാറുന്ന ഒരു ദിവസം വരും. നോക്ക്, ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഈ കാർത്തിയുടെ മനസ്സിൽ നിന്ന് മീനാക്ഷിയെ പടിയിറക്കി വിടില്ല ഞാൻ. അങ്ങനെയൊക്കെ ഉണ്ടാവണമെങ്കിൽ ആ തെക്കേ പറമ്പിൽ എരിഞ്ഞു തീരുന്ന ഒരു ചിതയിൽ ഞാനും ഒരു ദിവസം എരിഞ്ഞു തീരണം. അയ്യോ കാർത്തിയേട്ട, വിശ്വസിക്കാൻ തനിക്ക് എന്റെ ഈ ചങ്കിൽ ജീവനുള്ള കാലത്തോളം. കാർത്തിയേട്ട, ചെമ്പകമംഗലത്തിന് വരുന്ന ഈ നാശകാലങ്ങൾ തീരണമെങ്കിൽ ഉടവാള് കണ്ടെത്തണം. എന്റെ കാർത്തിയേട്ടൻ തന്നെ അത് കണ്ടെത്തണം. അതിവിടുന്ന് കൊണ്ടുവരിക്കുന്നത് അമ്മയതിൽ തന്നെയാ, അത് ഉറപ്പാ. അതില് യാതൊരു സംശയവും വേണ്ട. അത് അവള് തന്നെയാ, എനിക്കതറിയാം. എനിക്ക് വന്നു ചേർന്ന ഈ കളങ്കം എന്റെ കാർത്തിയേട്ടൻ തന്നെ തീർക്കണം. മാമയിതിലെ എന്നേക്കുമായി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. പിശാച് അവള്, പിശാച്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വീട്ടിലും വന്നു ചേർന്നിട്ടുള്ള എല്ലാ ആപത്തുകൾക്കും കാരണക്കാരി അവൾ ഒറ്റൊരുത്തിയാ. അവള് നമ്മുടെ ഉടവാള് തട്ടിയെടുക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടിയ പ്രശ്നങ്ങളാ ഇതെല്ലാം. ആ ഉടവാള് നമുക്ക് വേണം, ഈ തറവാടിന്. അവളെ വെറുതെ വിടരുത്. മീനാക്ഷി സംശയിക്കണ്ട, അത് നിന്റെ ആവശ്യം മാത്രമല്ല, എന്റെ ഉത്തരവാദിത്തം കൂടിയാ. ഞാനത് ചെയ്തിരിക്കും.